ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്പെടുമോ എന്ന് എനിക്കറിയില്ല. മാക്ബുക്ക് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഉപയോഗപ്പെടുന്ന ഒരു ഇൻഫർമേഷനാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മാക്ബുക്ക് ഉപയോഗിക്കുന്ന ആൾക്കാർ അതിൽ സ്റ്റോറേജുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ തുടർന്ന് കാണണം. നിങ്ങൾക്ക് വേണമെന്നുള്ള കുറച്ച് ഇൻഫർമേഷനാണ് ഇതിനകത്തൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. മാക്ബുക്ക് എയർ പോലെയുള്ള കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റോറേജ് വളരെ വേഗത്തിൽ അത് നിറഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. ആ സ്റ്റോറേജ് നിറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിനെ തിരിച്ചെടുക്കാൻ വേണ്ടി പലവിധ പണികളൊക്കെ നടത്തി യൂട്യൂബ് വീഡിയോകളൊക്കെ കണ്ട് പ്രതിസന്ധിയിലാകുന്നവരാണ് നമ്മളെല്ലാവരും. ഞാനും കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഇത്തരത്തിലുള്ള പലവിധ പ്രതിസന്ധികൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഈ പല പ്രതിസന്ധികളിൽ നിന്ന് ഞാൻ പഠിച്ച ചില പാഠങ്ങളും അതുപയോഗിച്ച് ഞാനിപ്പോൾ എൻ്റെ മാക്ബുക്ക് എയർ വളരെ ഫ്രീ ആയിട്ട് പകുതിയോളം സ്പേസ് ഫ്രീ ആയിട്ടിട്ട് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇനി നമുക്ക് നേരെ അതെന്തൊക്കെയാണ് സംവിധാനങ്ങളെന്ന് കാണാം. അതിലേക്ക് പോകാം. നമുക്ക് ആദ്യമായിട്ട് പ്രീമിയർ പ്രോ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഈ പ്രീമിയർ പ്രോയുടെ ക്യാഷെ ഫയൽസ് ഡിലീറ്റ് ചെയ്ത് കളയണം. നമ്മൾ എഡിറ്റിങ്ങിൽ വരുന്ന ഫയൽസ് ആണത്. അതിനെ നമ്മൾ പ്രീമിയർ പ്രോയുടെ മീഡിയ ക്യാഷെ എന്ന് പറയുന്ന ഏരിയയിലേക്ക് പോവുക. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ മറ്റൊരു വിൻഡോ ഇങ്ങനെ തുറന്നു വരും. അതിൽ ആ ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഡിലീറ്റ് ആൾ മീഡിയ ക്യാഷെ ഫയൽസ് ഫ്രം ദ സിസ്റ്റം ക്ലിക്ക് ചെയ്യുക. ഓക്കെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് താഴത്തെ ഓക്കെ ബട്ടൺ കൊടുക്കുക. നിങ്ങളുടെ ഈ പ്രീമിയർ പ്രോയിൽ എഡിറ്റ് ചെയ്ത മീഡിയ ക്യാഷെ ഫയൽസ് എല്ലാം ഇപ്പോൾ ഡിലീറ്റ് ആയിട്ടുണ്ടാവും. നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ സ്പേസ് തിരിച്ചെടുക്കാനായിട്ട് നമുക്ക് ഏറ്റവും ഷോർട്ടസ്റ്റ് ഒരു മാർഗ്ഗമാണത്. നമ്മൾ നേരെ എബൌട്ട് ദിസ് മാക് എന്നുള്ള ഇൻഫർമേഷൻ ക്ലിക്ക് ചെയ്യുന്ന ഐക്കണിൽ പോയി ക്ലിക്ക് ചെയ്യുക. അത് തുറന്നു കഴിയുമ്പോൾ മോർ ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വിൻഡോ ഓപ്പൺ ആവും. അത് നേരെ നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഇൻഫർമേഷൻസ് ഉള്ള എല്ലാ സ്ഥലത്തേക്ക് പോകും. അവിടെ നമ്മുടെ എൻ്റെ ലേറ്റസ്റ്റ് OS കിടക്കുന്ന മാക് OS വെൻറ്റുറയുടെ 13.1 വെർഷനാണ് കിടക്കുന്നത്. തൊട്ട് താഴെ ഡിസ്പ്ലേ സെറ്റിങ്സ് ഉണ്ട്. അതിന് താഴെയായിട്ടാണ് നമുക്ക് സ്റ്റോറേജ് സെറ്റിങ്സ് ഉള്ളത്. നേരെ ആ സ്റ്റോറേജ് സെറ്റിങ്സിൻ്റെ ഉയരം നോക്കിയാൽ നമുക്ക് അതിനകത്തുള്ള അവൈലബിൾ സ്പേസ് കാണാം. ആ സ്റ്റോറേജ് സെറ്റിങ്സിനകത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സിസ്റ്റത്തിൻ്റെ സ്പേസും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. ശരിക്കും പറഞ്ഞാൽ എൻ്റെ സിസ്റ്റത്തിനകത്ത് 3-4 GB മാത്രമാണ് ഫ്രീ ഉണ്ടായിരുന്നത് ഞാൻ ഈ സംവിധാനം പഠിക്കുന്നതിന് മുമ്പ്. ഞാനങ്ങനെ ഡിലീറ്റ് ചെയ്ത് റെഡിയാക്കി ക്ലിയറാക്കി എടുത്തതിന് ശേഷമാണ് ഇപ്പോൾ 1-2 ദിവസത്തെ വീഡിയോ എഡിറ്റിംഗ് കഴിഞ്ഞ് അപ്പോൾ സ്റ്റോറായ ഫയലുകൾ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കൃത്യമായിട്ട് ആ ഒരു തിക്കായിട്ട് ഇത് നിറഞ്ഞു കിടക്കുന്ന എനിക്ക് കാണിക്കാൻ പറ്റാത്തത്. ഇപ്പോൾ മൈ ഡോക്യുമെൻറ്റ്സിലുള്ള ഫയൽസാണ് നമുക്ക് ഒരിക്കലും ഡിലീറ്റ് ചെയ്യാൻ കഴിയാതെ നമുക്ക് പ്രശ്നമാകുക. എപ്പോഴും ഇവിടെ ഡോക്യുമെൻ്റ് നിറഞ്ഞു കിടക്കും, ഫയൽസ് ഫില്ലായിരിക്കും. ആ മൈ ഡോക്യുമെൻറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഐക്കൺ ഓപ്പൺ ആയിട്ട് വരും. ഈ ഓപ്പൺ ആയിട്ട് വരുമ്പോൾ നമ്മൾ അതിനകത്തുനിന്ന് നമ്മൾ 1-2 ഫയൽ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യണം. ആ ഫയലാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അതാണ് നമ്മൾ അഡോബ് പ്രീമിയർ പ്രോ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഇത് വർക്ക് ചെയ്യുക. ഇത് അഡോബ് കൺഫേംഡ് ഓഡിയോ ഫയൽസ് എന്ന് പറഞ്ഞൊരു സാധനം ഞാൻ അവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ച ഇതുണ്ടല്ലോ, അത് ആ ഫയൽസ് സെലക്ട് ചെയ്ത് നിങ്ങൾ കണ്ടുപിടിക്കണം. അഡോബിൻ്റെ ഈ ഫയലുകൾ കൃത്യമായിട്ട് കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ചതിന് ശേഷം അതിലേതെങ്കിലും ഒരു ഫയൽ നമ്മൾ തുറക്കണം. അപ്പോൾ നമ്മൾ അതിൻ്റെ സൈസ് നോക്കിയാൽ അറിയാം, ചെറിയ സൈസ് ഇവിടെ കാണിക്കുന്നത്. പക്ഷേ ഒരു ഫയൽ തുറന്നാൽ മാത്രമേ അതിനകത്ത് എന്താ സംഭവം എന്നറിയാൻ പറ്റൂ. ഇത് തുറന്ന് നോക്കുക, ജസ്റ്റ് തുറക്കുമ്പോൾ നോക്കുക എന്തോരം ഫയലുകളാണ് ഇതിനകത്തുള്ളതെന്ന് നോക്കുക. ഈ ഫയലുകളെല്ലാം കൂടെ ഒന്നിച്ച് സെലക്ട് ചെയ്യുക. ഇതിൻ്റെ സൈസ് എടുത്താൽ ഒരുപാട് സൈസ് വരും. ഇതെല്ലാം കൂടെ ഒന്നിച്ച് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇതിനെ ഡിലീറ്റ് ചെയ്യുക. അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ടൈപ്പിലുള്ള എല്ലാ ഫയലുകളും അതിനകത്തുനിന്ന് ഡിലീറ്റ് ആയതായിട്ട് കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇതിന് ഡൺ കൊടുക്കണം. നേരെ റീസൈക്കിൾ ബിന്നിൽ പോവുക. റീസൈക്കിൾ ബിന്നിനകത്ത് കിടക്കുന്ന ഈ ഫയലുകളെല്ലാം ഡിലീറ്റ് ആവുക. അപ്പോൾ മാത്രമേ നമ്മുടെ സിസ്റ്റത്തിലേക്ക് അതിൻ്റെ സൈസ് ആ സ്പേസ് കൃത്യമായിട്ട് വരികയുള്ളൂ. ഈ റീസൈക്കിൾ ബിന്നിനെ എപ്പോഴും ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഡൺ കൊടുക്കുക. ഡൺ കൊടുത്തിട്ട് നമ്മൾ ഈ ഐക്കൺ ക്ലോസ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് റീഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഇതിനകത്ത് നമുക്ക് സിസ്റ്റത്തിൻ്റെ സ്പേസ് അവൈലബിൾ ആയിട്ടുള്ള കാര്യം നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് കാശൊക്കെ കൊടുത്ത് മാക്ബുക്ക് പോലെയുള്ള ഗാഡ്ജറ്റുകളൊക്കെ വാങ്ങുന്ന നമ്മൾ ഇതിൽ സ്പേസ് ഇല്ലാതെ കഷ്ടപ്പെടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്.
ഈ മാക്ബുക്ക് ഒക്കെ നമ്മൾ വാങ്ങുമ്പോൾ അതിൽ കൃത്യതയോടുകൂടി അതിനെ എങ്ങനെയാണ് ഫ്രീ ആയിട്ട് സൂക്ഷിക്കാൻ പറ്റുന്നത്, സ്പേസ് എങ്ങനെയാണ് പെട്ടെന്ന് നമുക്ക് ക്ലിയർ ചെയ്ത് എടുക്കാൻ കഴിയുന്നതെന്നൊക്കെയുള്ള ബേസിക്സ് കൃത്യതയോടെ തന്നെ ആപ്പിൾ പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് അത് ഉപയോഗപ്പെട്ടേനെ. നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താലും യൂട്യൂബ് വീഡിയോസ് പോയി കണ്ടാലും തന്നെ പലപ്പോഴും മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഏതെങ്കിലും ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും ഈ മാക്ബുക്ക് ക്ലീൻ ചെയ്യുന്ന വീഡിയോസ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതല്ലാതെ നേരിട്ട് വന്ന് സഹായിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ നേരിട്ട് സഹായം കിട്ടുന്ന തരത്തിലുള്ള വീഡിയോസോ മറ്റോ ഒന്നും നമുക്ക് അധികം ഈ പ്ലാറ്റ്ഫോമുകളിലൊന്നും കാണാൻ കഴിയില്ല എന്നുള്ളൊരു പ്രതിസന്ധിയാണ്. ഞാൻ CDNS ടെക്നോളജി എന്ന് പറയുന്ന ഒരു സ്ഥാപനത്ത്, തിരുവനന്തപുരത്തെ ശാസ്തമംഗലത്തുള്ള സ്ഥാപനത്തിൽ നിന്നാണ് എൻ്റെ മാക്ബുക്ക് വാങ്ങിയത്. അവിടെ തന്നെ ഞാനിത് 2 3 പ്രാവശ്യമൊക്കെ ഇത് സ്റ്റോറേജ് ഫുള്ളായിട്ട് ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ സ്റ്റോറേജ് ഫുള്ളായിട്ട് അവിടെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ടെക്നീഷ്യൻ ചെയ്തത് എൻ്റെ ഈ മാക്ബുക്കിലെ കംപ്ലീറ്റ് ഇൻഫർമേഷനും അയാൾ റീഇൻസ്റ്റോൾ ചെയ്യുകയും അതിനകത്ത് നിന്ന് അതിൻ്റെ OS ഉൾപ്പെടെ എടുത്ത് മാറ്റിയിട്ട് എല്ലാം റീഇൻസ്റ്റോൾ ചെയ്ത് തരികയും എൻ്റെ കയ്യിൽ നിന്ന് 2000 രൂപ ബില്ലിട്ട് ആ കാശ് വാങ്ങിയെടുക്കുകയാണ് ചെയ്തത്. ശരിക്ക് അയാൾക്ക് ഇതെങ്ങനെയാണ് റെക്ടിഫൈ ചെയ്യുന്നതെന്ന് അറിയാമായിരുന്നിട്ട് എന്നെ സഹായിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ മനഃപൂർവ്വം അയാളെ കമ്പനിക്ക് വേണ്ടി കാശുണ്ടാക്കാൻ ശ്രമിക്കുകയോ അതുമല്ലെങ്കിൽ ഈ തരത്തിലുള്ള ടിപ്പുകൾ ആ ടെക്നീഷ്യനെ അറിയാതിരിക്കുകയോ ഒക്കെ ചെയ്തത് കൊണ്ടാവാം അങ്ങനെ എനിക്ക് 2000 രൂപ നഷ്ടപ്പെട്ടത്. ഇനി ആർക്കും 2000 3000 രൂപ നഷ്ടപ്പെടരുത് എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്തത്. ഇത് കണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. മാത്രമല്ല ഇതുപോലെ പ്രതിസന്ധി അനുഭവിക്കുന്ന മറ്റ് മാക്ബുക്ക് ഉപഭോക്താക്കളുണ്ടെങ്കിൽ അവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവരുടെയും മാക്ബുക്കിലെ സൈസ് കുറേയെങ്കിലുമൊക്കെ ഫ്രീ ആയിരിക്കട്ടെ, എന്നാലല്ലേ ആസ്വദിച്ച് നമുക്ക് ജോലി ചെയ്യാൻ പറ്റും.